Hi, welcome to Anu's Kitchen. നിങ്ങൾ ബ്രെഡ് മസാല കഴിച്ചിട്ടുണ്ടോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു നല്ല സ്നാക്ക് ആയിട്ടോ ഒക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിൽ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് പാൽ ഒഴിക്കാം. 2-3 ടീസ്പൂൺ പാൽ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട നല്ലതായിട്ടൊന്ന് അടിച്ചു വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 6 വലിയ പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ ഒരു 7-8 എണ്ണമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ബ്രെഡ് നമ്മൾ റെഡിയാക്കി വെച്ച മുട്ടയിൽ മുക്കി ഒരു പാനിൽ വെച്ച് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്യുവാണ്. വളരെ കുറച്ച് മതി. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ച ബ്രെഡ് മുട്ടയിൽ മുക്കി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് റെഡിയാവും. ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. 2 സൈഡും ഒന്ന് മൊരിഞ്ഞു വരണം. ഒരു സൈഡ് ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ഒരു ബ്രൗൺ കളറിലായി വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ബ്രെഡ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ കുറച്ച് എണ്ണ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ബ്രെഡെല്ലാം നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇത് ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഓരോ ബ്രെഡും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, ഇഞ്ചിയുടെ അളവ് വളരെ കുറച്ച് മതി കേട്ടോ, ജസ്റ്റ് ഒരു ഫ്ലേവർ മാത്രം മതി. പിന്നെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഞാനൊരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗമേ എടുത്തിട്ടുള്ളൂ. ചെറിയൊരു പീസാണ് എടുത്തത്. ക്യാപ്സിക്കം ഇല്ലാതെയും നമുക്ക് ഈ മസാല ഉണ്ടാക്കാം. ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടിയാൽ മതി. നിറം ഒന്നും മാറേണ്ട ആവശ്യമില്ല. സവോളയും ക്യാപ്സിക്കവും ഒക്കെ ജസ്റ്റ് ഒന്ന് വാടണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പൊടികൾ ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ബ്രെഡിലോട്ട് ഒത്തിരി മസാലയൊന്നും പിടിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി പൊടികളുടെ പച്ചപ്പൊന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതില്ലെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ തക്കാളിയുടെ പകുതി ചേർത്താൽ മതി. പക്ഷേ കെച്ചപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ ചെറിയൊരു പുളിയും ഒരു മധുരവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് കൂടുതൽ നല്ലത്. ഇല്ലെങ്കിൽ തക്കാളി ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്. നമ്മൾ ബ്രെഡ് ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെഡിലോട്ട് അതൊന്നും പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വേണ്ട, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. ജസ്റ്റ് അതിനൊരു മസാലയാക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ടൊമാറ്റോ സോസിൽ ഉപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരല്പം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ സോസിന് പകരം തക്കാളിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നന്നായിട്ട് ഈ മസാലയിൽ അങ്ങ് വെന്ത് ഉടഞ്ഞ് ചേരണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ഒഴിക്കുവാണ്. നെയ്യും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. കുറച്ചും കൂടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മസാല എല്ലാം ബ്രെഡിലേക്ക് അങ്ങ് കോട്ട് ചെയ്ത് എടുക്കണം. ഇതൊരു 1 മിനിറ്റ് തീ കൂട്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല ഡ്രൈ ആയി വരും. ബ്രെഡ് കുറച്ചും കൂടി മൊരിയുകയും ചെയ്യും. ആ ബ്രെഡ് നന്നായിട്ട് ആ മസാലയുടെ കൂടെ ഒന്ന് മൊരിഞ്ഞു വരുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ 1 മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ 1 മിനിറ്റായിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുത്തതാണ്. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ആ മസാല എല്ലാം അതിനകത്തേക്ക് അങ്ങ് പിടിച്ചത് നല്ല ഡ്രൈ ആയി. അല്ല, പാൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ ആ മസാല അതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് മസാല റെഡിയായി. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് വൈകുന്നേരം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഇതിന് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല.
കുറച്ച് കഴിക്കുന്ന സമയത്ത് ഒരല്പം നാരങ്ങ നീര് ഒന്ന് ഒഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. പിന്നെ അത് ചൂടോടുകൂടി കഴിക്കണം. ഒത്തിരി സമയം വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.